ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയ ദിവസത്തിലേക്ക് സ്വാഗതം. എന്ത് പുതിയ ദിവസമല്ലേ? എല്ലാ ദിവസവും ഓരോരോ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. വലിയ വലിയ കാര്യമൊന്നും പറയണമൊന്നും ഇല്ല, എന്നിട്ടൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ പോണു കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ സ്ഥിരം വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു വിജയമായിട്ട് ഞാൻ കാണുന്നത് തന്നെ. കാരണം നമ്മളെന്താ പറയുക, ഇത്രയും നാളും വീഡിയോ ഇടാന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ നിയർലി ഒരു മാസം ആവാറായി. നോർമൽ ശരിയാണെങ്കിൽ ജൂൺ 25-നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇന്നിപ്പോൾ 23. ഓഫ് കോഴ്സ് 2 ദിവസം കൂടി ഉണ്ട്. 2 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസം ആവട്ടെ. നാളെ മറ്റന്നാൾ എന്താ ഉണ്ടാവുക അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു മാസം കൃത്യമായിട്ട് വീഡിയോ വിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നെനിക്ക് പറയാനുള്ളത്, ഇന്ന് ജനനായകൻ്റെ ആണ്. വിജയുടെ പടം ഇറങ്ങാണ്. ഓഫ് കോഴ്സ് നമ്മളെല്ലാവർക്കും അറിയുന്ന പോലെ ലാസ്റ്റ് പടമാണ് ഇറങ്ങാൻ പോണത്. അപ്പം ഇന്നിപ്പോൾ കാണാൻ പോകുന്നുണ്ട്. എന്താവും എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്കതൊരു ട്രീറ്റാണ്. ആഘോഷിക്കാൻ പോവുകയാണ് നമ്മൾ ആ സിനിമ. അല്ലാണ്ട് വേറെ നമ്മൾ ആ സിനിമയിൽ നിന്ന് എന്താ പറയുക, വലിയ വലിയ ആശയങ്ങളോ അല്ലെങ്കിൽ വലിയ റിയലിസ്റ്റിക് ഒരു മൂവി അല്ല. പിന്നെ ഒന്നാമത് ഭഗവത് കേസരിയുടെ റീമേക്ക് പടമാണ്. ആ പടം ഞാൻ കണ്ടിട്ടുള്ളതാണ്. അത് കാണാത്ത പോകുന്നവർക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വിജയ് പടം എൻജോയ് ചെയ്യുന്നവർക്ക് എന്തായാലും അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. കാരണം ഭഗവത് കേസരി ഓഫ് കോഴ്സ് വിജയ് പുൾ ഓഫ് ചെയ്യുമ്പോൾ അത് വേറെ തരത്തിലുള്ള ഒരു ലെവൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ബാലയുടെ കരിയറിൽ എനിക്ക് തോന്നുന്നു ഭഗവത് കേസരിയും ഒരു നല്ല പടമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പിന്നെ ദാക്കുമാരാജ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബാലയിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു സിനിമ ഈ ഭഗവത് കേസരി തന്നെയാണ്. കാരണം പുള്ളിക്കാരൻ്റെ ഫിലിമോഗ്രഫി, ഈ പഴയ പടങ്ങളൊന്നും അറിയില്ല, ഈ അടുത്ത് വന്നതിൽ ഫുള്ള് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ജനനായക കാണാൻ പോവുകയാണ്. എന്താവുന്നൊന്നും ഒരു പിടിയില്ല. അപ്പോൾ എന്തായാലും പോയി എൻജോയ് ചെയ്തിട്ട് വരാൻ മാത്രമുള്ള പ്ലാൻ തന്നെയാണ് പോകുന്നത്. കൂടുതൽ ഈ കഥയുടെ ആശയമോ അല്ലെങ്കിൽ കൂടുതൽ മീനിങ് ഒന്നും പ്ലാൻ ചെയ്യണ പോലും ഇല്ല. എന്തായാലും ജസ്റ്റ് പോവുക, കാണുക, അത്ര തന്നെ. നമ്മുടെ ഒരു എന്താ പറയുക, എനിക്ക് തോന്നുന്നു 2.5-3 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു പടം. അപ്പോൾ അത്രയും നേരം എല്ലാം മറന്നുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു എൻജോയ് ചെയ്യുക, ലാസ്റ്റ് ഡാൻസ് അതേപോലെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. അത് വൃത്തിക്ക് നടക്കുമെന്ന് ഉറപ്പുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. എല്ലാവർക്കും ബൈ. അപ്പോൾ റിവ്യൂ ആയിട്ട് വരാൻ പറ്റുമെന്ന് കരുതും. ഞാൻ റിവ്യൂ ഇടാൻ എനിക്ക് അത്ര താല്പര്യമില്ല. പറ്റാച്ചിടും, ഉറപ്പൊന്നും ഞാൻ പറയില്ല. പറ്റാച്ച ഒരു വീഡിയോയോട് ഞാൻ വരാം റിവ്യൂ ആയിട്ട്. ചിലപ്പോൾ ഇടൊന്നുമില്ല കേട്ടോ. അത് ഞാൻ ഒരു 100% ഉറപ്പ് ഞാൻ തരുന്നില്ല. അതിൽ ഒരു മറ്റേ മീഡിയാസൊക്കെ ചെയ്യണ പോലെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരി, ഓക്കെ, ബൈ.